എഴുത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒരേ ഊർജ്ജത്തോടെ ഇടപെട്ട അത്യപൂർവ വ്യക്തികളിൽ ഒരാളായിരുന്നു പ്രൊഫസർ എം കെ സാനു. 50-ലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ സാനു മാസ്റ്റർ 97-ാം വയസ്സിലും അക്ഷരങ്ങളുടെ ലോകത്ത് സജീവമായിരുന്നു. എഴുത്തു ജീവിതത്തിനൊപ്പം സമൂഹത്തിൽ ഇതുപോലെ ഇടപെട്ട മറ്റൊരാൾ വേറെയില്ല. കുട്ടിക്കാലം മുതൽ അനിർവചനീയമായ നമുക്ക് വേർതിരിച്ചറിയാൻ നിവൃത്തിയില്ലാത്ത ഒരു ശോകഭാവം എൻ്റെ ആത്മാവിനെ ബാധിച്ചിരുന്നു എന്നത് സത്യമാണ്. ഞാനതാണ് പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ എവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുക സാധ്യമല്ല. ഒരു പക്ഷേ ജന്മസ്വഭാവത്തിൽ തന്നെ ഈ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിൽ പതിയുന്ന ഒരു അംശം എന്നിൽ ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ എൻ്റെ കുട്ടിക്കാലം ഞാൻ ചുറ്റുപാടും കണ്ടതൊക്കെ ആളുകളുടെ ദുഃഖങ്ങളാണ്, ദാരിദ്ര്യമാണ്, ദുരിതമാണ്, വേർപാടാണ്, മരണമാണ്, അത് പലതുമാണ്. എറണാകുളം കാരിക്കാമുറി ക്രോസ് റോഡിലെ സന്ധ്യ എന്ന വീട് അനേകരുടെ ആശ്രയസ്ഥാനമായിരുന്നു. ജീവിത സംഘർഷങ്ങളിൽ നട്ടം തിരിയുന്നവർ മുതൽ എഴുത്തുകാർ വരെ അവിടെ നിത്യസന്ദർശകർ. ഏറെ കൊട്ടിഘോഷിക്കാതെ മുളന്തുരുത്തിയിൽ ഭിന്നശേഷിക്കാർക്കായി ഒരു ആശ്രയ കേന്ദ്രവും സാനു മാസ്റ്റർ നടത്തി. 1928 ഒക്ടോബർ 27 ആലപ്പുഴ മംഗലത്ത് വീട്ടിൽ ജനനം. MC കേശവനും KP ഭവാനിയുമാണ് മാതാപിതാക്കൾ. ആലപ്പുഴ കണ്ടയാശാൻ പള്ളിക്കുടം, ലിയോ 13th സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ജയിച്ചു. ആലപ്പുഴ ST കോളേജിൽ നിന്ന് ബിരുദവും, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. കൊല്ലം SN കോളേജിൽ അധ്യാപകനായി തുടങ്ങിയ ശേഷം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ദീർഘകാലം എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. നേരെ മഹാരാജാസ് കോളേജ് വന്നപ്പോൾ മഹാരാജാസ് കോളേജ് സ്കൂൾ പോലെ ശാന്തമായ കോളേജാണ്. വളരെ അച്ചടക്കമുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം ഉൾപ്പെടെ ഇടതു സംഘടനകളുമായി സഹകരിച്ചു പ്രവർത്തിച്ചു. എറണാകുളത്ത് നിന്ന് നിയമസഭയിലും എത്തി സാനു മാസ്റ്റർ. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AL ജേക്കബിനെ 1032 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ആ ശ്രദ്ധേയ വിജയം. എഴുത്തു ജീവിതത്തിനൊപ്പം സമൂഹത്തിലും ഇതുപോലെ ഇടപെട്ട മറ്റൊരാൾ വേറെയില്ല. ജലാശയത്തിലെ മീൻ എന്നതുപോലെ തിരക്കുകളിലായിരുന്നു എന്നും സാനു മാസ്റ്റർ. കേരളത്തിലെ മുൻനിര വൈജ്ഞാനിക പ്രഭാഷകൻ എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു അവസാന കാലം വരെ. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.